പിന്നെ പിന്നെ ഒരു കാര്യം കൂടി സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഡിയോ ഇന്നലത്തെ ബിഗ് ബോസ് എന്തായാലും നിങ്ങൾ കണ്ടു കാണും. ലക്ഷ്മിയുടെ ചീപ്പ് സ്ട്രാറ്റജി അതുപോലെ തന്നെ ചീപ്പ് ഷോയും. ഒരു കാര്യമില്ല, കാണാത്ത കാര്യത്തിനെ പറ്റി കിടന്ന് അങ്ങ് ബഹളം ഉണ്ടാക്കുകയാണ്. അതും ഒരാൾ കയറി പിടിച്ചു എന്ന് ഉറപ്പായിട്ട് പറയുന്നു. മസ്താനിക്കില്ലാത്ത പ്രശ്നമാണ് ലക്ഷ്മിക്ക്. അതാ കണ്ടെങ്കിൽ എന്ത് വേണം, ആ വീഡിയോയിൽ വ്യക്തമായി കാണും. കാരണം ഞാൻ ഇത് ആദ്യമേ പറയണമെന്നുണ്ട്. കാരണം എനിക്കത് കണ്ടപ്പോൾ മുതൽ അത്ര ദേഷ്യമെന്ന് പറഞ്ഞു. കാണാത്ത ഒരു കാര്യം കണ്ടു, ഒനിയിൽ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തി പറയുവാണ് ലക്ഷ്മി. മസ്താനി അതൊരു ഡൗട്ടായിട്ടാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ തോന്നി, ബാഡ് ടച്ച് ആയിട്ട് തോന്നി. മേ ബി അതെൻ്റെ തോന്നലായിരിക്കും, അതെനിക്ക് പബ്ലിക്കായിട്ട് ഇങ്ങനെ ചോദിക്കണമെന്നില്ല എന്ന് പുള്ളിക്കാരി വ്യക്തമാക്കിയതാണ് മസ്താനി. എന്നിട്ട് അതിനൊരു കണ്ടന്റ് ആക്കി, അതും ബാത്റൂമിൻ്റെ അവിടെ വെച്ച് കാണിച്ച ഷോ കാണണം ലക്ഷ്മി. എന്തോന്നായിരുന്നു, മൈക്ക് എടുത്തിട്ട് എല്ലാവരും കേൾക്കട്ടെ. അതെന്താ ഒനിയിൽ ഇത്ര ബുദ്ധിയില്ലേ? ഒനിയിൽ എന്താ പൊട്ടനാണ്? ഇത്രയും ക്യാമറ ഇരിക്കുമല്ലേ, ബാഡ് ടച്ച് ചെയ്യുമെന്ന് ഒന്ന് ചിന്തിച്ച കണ്ടന്റ് വേണം. എന്തെങ്കിലും ബഹളം ഉണ്ടാക്കി 10 പേര് അറിയണം ഞാൻ ഇവിടെ ഉണ്ടെന്ന്. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ലൈഫ് ഇങ്ങനെ വെച്ചാണോ കണ്ടന്റ് ഉണ്ടാക്കുന്നത്? ബാക്കിയുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് ശുദ്ധ തെണ്ടിത്തരം എന്ന് തന്നെ പറയാം. വേണമെങ്കിൽ ഇവിടുത്തെ നിയമം വെച്ചിട്ട് ആ ലക്ഷ്മിക്കെതിരെ സംസാരിച്ചെന്ന് വേണമെങ്കിൽ നമുക്കെതിരെ കേസെടുക്കാം. അങ്ങനത്തെ നിയമമാണ് ഇവിടെ ഉള്ളത്. കാരണം അവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും ക്യാമറ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഒന്നിൽ രക്ഷപ്പെട്ടത്. അവിടെ ക്യാമറ ഇല്ലാത്തൊരു സ്ഥലം, ബിഗ് ബോസ് പോലത്തെ പ്ലാറ്റ്ഫോം അല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇങ്ങനെ ഒരു ആരോപണം വന്നു, ലക്ഷ്മിയെ പോലെ ഉള്ള ഒരാൾ ഇതേപോലെ എടുത്തു ചാടി, ഇയാൾ പിടിച്ചത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഒനിലിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒനിലിനെ തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഉറപ്പിച്ച് പറയണം ക്യാമറ ഒന്നുമില്ല, അതിൻ്റെ അകത്തല്ലെന്നോ ആലോചിച്ചോ. അതിൻ്റെ അകത്തല്ല ഈ സിറ്റുവേഷൻ നടക്കുന്നത്. പുറത്തൊരു സ്ഥലത്ത്, ക്യാമറ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത്. ലക്ഷ്മിയെ പോലെ ഫേക്കായിട്ടുള്ള ഫെമിനിസ്റ്റുകൾ കുറേ എണ്ണമുണ്ട്. അവർ വന്നിട്ട് പറയുന്നു ഒനിയിൽ മസ്താനിയെ കയറി പിടിച്ചത് ഞാൻ കണ്ടു എന്ന് ഉറപ്പ് പറയുകയാണെങ്കിൽ അവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതും തട്ടി വീഴാൻ പോയപ്പോൾ കയറി ഒന്ന് പിടിച്ചു പോയതാണ്. അതും വീഴാതിരിക്കാൻ വേണ്ടി, ഇൻറ്റൻഷനലി അല്ല. അവിടെ സോറി പറഞ്ഞു, അവിടെ തീർന്ന പ്രശ്നമാണ്. മസ്താനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ മസ്താനി തന്നെ വന്ന് ക്ലിയർ ചെയ്യണമായിരുന്നു. തേർഡ് വീലായിട്ട് ഒരാളെ വെച്ചതാണ് ഇത്രയും വലിയ പ്രശ്നമായത്. അത് അങ്ങ് രോക്ഷം കൊള്ളുന്നു, അങ്ങ് ചാടി മറിയുവാണ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇരിക്കും പോലെ. ശരിക്കും പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യണം. അത് ഈ ഒരു വൃത്തികെട്ട ഗെയിം എന്തായാലും ചോദ്യം ചെയ്യണം. ലാലേട്ടൻ വരുമ്പോൾ അത് എടുത്ത് ചോദിക്കണം. കാണാത്തൊരു കാര്യം എന്തിനും ഇയാൾ ഉറപ്പിച്ച് പറഞ്ഞു. അതും മയത്തിനൊന്നുമില്ല, നല്ല ഷൗട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ അത് ചോദിക്കണം. കാരണം അത് ഒനിലിനെ മാത്രമല്ല ബാധിക്കുന്നത്. അവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആർക്കെതിരെ വേണം ഒരു ഫേക്ക് അലിഗേഷൻ കൊടുക്കാം. അവിടെ പെടാൻ പോണത് ആണുങ്ങൾ മാത്രമാണ്. അത് പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബിഗ് ബോസിലൂടെയുള്ള ഷോയിലൂടെയും അതിപ്പോൾ നിങ്ങൾ കണ്ടതാണ്. ആ ഒരു ക്യാമറ ഇല്ലായിരുന്നുവെങ്കിൽ ഒനിലിൻ്റെ അവസ്ഥ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്ക്. എവിടെയൊക്കെ അവൻ്റെ പേര് വന്നേനെ. ഇത് ഫേക്ക് ആണെന്ന് തെളിഞ്ഞാൽ പിന്നെ വാർത്ത വരുമായിരിക്കും. അതായത് ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരും. പക്ഷെ അത് എത്ര പേര് അറിയും? അവനുണ്ടായ ഡീഫെയിമോ അതിനൊക്കെ ആര് ഉത്തരം പറയും? ഈ ഇടയ്ക്ക് ഒരു 11 വർഷം, ഏകദേശം 11 വർഷമാണ് ഒരു അധ്യാപകൻ ജയിലിൽ കിടന്നത് ഒരു ഫേക്ക് അലിഗേഷൻ്റെ പേരിൽ. അത് എന്തെന്നാണ്, കോപ്പി അടിച്ചെന്നും പറഞ്ഞ് പേപ്പർ പിടിച്ചതിന് പിള്ളേർക്ക് വൈരാഗ്യം തോന്നിക്കൊടുത്ത പണിയാണ്. 1-2 ഏകദേശം 11 വർഷം അടുപ്പിച്ചെന്തോണി ജയിലിൽ കിടന്നത്. ഈ ഇടയ്ക്ക് മോചിതനായേ ഉള്ളൂ. എല്ലാവരും ആ വാർത്ത കണ്ടുമാണ്. പുള്ളിക്കാരൻ്റെ പടം എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട്. ആ കേസ് കൊടുത്ത പിള്ളേരെ പടം ഒരു സ്ഥലത്തും വന്നിട്ടില്ല. അതുകൊണ്ട് മനസ്സിലാക്കി, അങ്ങനത്തെ ഒരു ലോ ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോ വേണ്ടെന്നൊന്നുമില്ല. ഈ കേസുകൾ വരുമ്പോൾ അത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് നോക്കിയിട്ട് ആളുകളുടെ ഐഡൻറ്റിറ്റി പുറത്ത് വിടുക. പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം, വേണ്ടെന്നല്ല. അവർ തെളിവുകൾ നശിപ്പിക്കാതിരിക്കാൻ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു അറസ്റ്റ് വേണ്ടി വരും. ഓക്കെ, ഫൈൻ, അറസ്റ്റ് ചെയ്തോളൂ. എന്തിനാണ് ആണുങ്ങൾ ഐഡൻറ്റിറ്റി പുറത്ത് വിടുന്നത് കേസ് തെളിയും മുമ്പേ? അതിൻ്റെ ആവശ്യം എന്തോന്നാണ്? അത് പറഞ്ഞ് വേറെ ടോപ്പിക്കാണ് പോണെങ്കിലും അത് പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് വൃത്തികെട്ടൊരു സാധനമാണ് അവിടെ ചെയ്തത്. അഥവാ കേസിൽ കുടുങ്ങിയെന്ന് വിചാരിച്ചോ, കേസിൽ കുടുങ്ങി അത് പിന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണ്, ആണുങ്ങളുടെ. നമ്മൾ ആ കേസില്ല എന്ന് തെളിയിക്കേണ്ടത്, ലോ ആൻഡ് ഓർഡറിൻ്റെ അല്ല. അങ്ങനെയാണ് പലരും. കയ്യിൽ പൈസയും ഹോൾഡും ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട് വരുന്നവരാണ് ഇതിൽ കൂടുതൽ.
അല്ലാതെ ഒരു സാധാരണക്കാരൻ ഇതിൽ നിന്ന് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലുള്ള കാര്യമാണ് പറയണം. ഇതിൽ നിന്ന് ഊരി വരാൻ ഭയങ്കര പാടാണ് ഒരു സാധാരണക്കാരൻ ഇങ്ങനത്തെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ വന്ന. അതുകൊണ്ട് അത്രയ്ക്ക് ദേഷ്യം വന്നിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ഒരു വൃത്തികെട്ടതെന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ഗെയിം. അത് ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കുക തന്നെ വേണം, എടുത്ത് ചോദിക്കണം എന്തുകൊണ്ട് കാണാത്തൊരു കാര്യം, ഇങ്ങനത്തെ ഒരു കാര്യം. ആ ഒനിയിൽ അവസാനം ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ പോയിരുന്ന് കരയേണ്ട അവസ്ഥയാണ്. പലരുടെ അവസ്ഥയാണ് ആ വീഡിയോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നി. കാണാത്തൊരു കാര്യം അയാളുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. ബാഡ് ഇൻറ്റൻഷനായിട്ട് തൊടാൻ ശ്രമിച്ചു. ഒന്നാലോചിച്ച് നോക്കുക. ഇത്ര നാളായി അതിൻ്റെ അകത്ത് നിൽക്കുന്നു. ഒനിയിലിനെ ഞാൻ സപ്പോർട്ട് ചെയ്തു. അതായത് മറ്റേ ഒനിയിൽ ഫാൻ പോയി അങ്ങനെയൊന്നും അല്ല. ഒനിലിൻ്റെ ഭാഗത്താണ് ന്യായം. അത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. ലക്ഷ്മി ആ വീഡിയോ കണ്ടിട്ടേ ഇല്ല. വീഡിയോ അല്ല, ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടേ ഇല്ല. എന്നിട്ട് പറയുന്ന ന്യായമാണ്. മസ്താനി വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ര അങ്ങ് പൊട്ടി തരിച്ചു പോയി, കോരി തരിച്ചു പോയി. ഇതേപോലത്തെ കുറേ ഫേക്ക് ഫെമിനിസ്റ്റുകളുണ്ട്. ഫെമിനിസത്തിനെതിരൊന്നും അല്ല ഞാൻ, ശരിക്കും ഫെമിനിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇങ്ങനത്തെ കുറേ ഞാഞ്ഞൂല് സാധനങ്ങളുണ്ട്. ഞാൻ ഫെമിനിസ്റ്റാണ്, ഭയങ്കര പുരോഗമന ചിന്താഗതിയുള്ളതാണെന്ന് കാണിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ എണ്ണമുണ്ട്. പിടിച്ച് ഉരയ്ക്കാൻ തോന്നുന്നു ഇതിനൊക്കെ. കൂടുതലൊന്നും പറയണില്ല, കാരണം അങ്ങനത്തെ നാടാണ്. ഈ വേണമെങ്കിൽ എനിക്കെതിരെ കേസ് വരും, അവരെ ഡിഫൈൻ ചെയ്തെന്നും പറഞ്ഞ് എന്നെ എടുത്തുകൊണ്ടും പോകും. അതിന് ഒരു ഇതുമില്ല, കാരണം നമ്മളൊക്കെ ആണുങ്ങളാണ്. ആണുങ്ങൾക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ഒരു നിയമമില്ല. അതുപോലെ തന്നെ റേപ്പ് കേസുകൾ, ഇതൊന്നും ഞാൻ ബിഗ് ബോസിൻ്റെ കണ്ടന്റ് ആയിട്ട് കൂടുതലൊന്നും പറഞ്ഞു പോകുന്നില്ല. ആണുങ്ങളെ റേപ്പ് ചെയ്ത ഇവിടെ കേസെടുക്കാൻ വകുപ്പൊന്നുമില്ല. അങ്ങനത്തെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ നിയമങ്ങളെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഔട്ട് ഓഫ് ദ ടോപ്പിക്കാണെന്ന് അറിയാം. ഞാൻ ഒരുപാട് സംസാരിച്ചങ്ങ് പോയി. പക്ഷേ ആ ദേഷ്യം കൊണ്ടാണ്. ഇന്ന് ഈ വീഡിയോ കാണുന്ന ആണുങ്ങളായ നമുക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു അവസ്ഥ വരാം. ഒരു പെണ്ണ് വിചാരിച്ചാൽ ജയിലിൽ കയറി അഴിയണ്ടെന്നതേ ഉള്ളൂ നമ്മുടെ ജീവിതം. അങ്ങനത്തെ ഒരു വൃത്തികെട്ട ലോയും സിസ്റ്റം ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പിന്നെയും പറയുന്നു, ലോ ഒക്കെ നല്ലത് തന്നെയാണ്. സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കുക തന്നെ വേണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐഡന്റിറ്റി പുറത്ത് വിടുക തന്നെ വേണം. തെറ്റ് ചെയ്യാത്തവരെന്ത് ചെയ്യും? സോറി, എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഔട്ട് ഓഫ് ദ ടോപ്പിക്കാണ്. നമുക്ക് ബിഗ് ബോസിലോട്ട് തന്നെ വരാം. അതവിടെ നിൽക്കട്ടെ. അത് പറഞ്ഞു തുടങ്ങി അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അത്ര ദേഷ്യമുള്ള സാധനമാണ് എനിക്കത്. ഓക്കെ, ബട്ട് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു, കാരണം അതിൽ ഒരു കണ്ടന്റും ഇല്ല പറയാനായിട്ട്. ചുമ്മാ വന്നിരുന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോവാ എന്നല്ലാതെ വേറെ ഒരു കണ്ടന്റും ഇല്ല അതിൽ. ഒരു ഗെയിം കൊടുത്താൽ അത് മര്യാദയ്ക്ക് അവർ ചെയ്യത്തില്ല. എല്ലാം ഫിസിക്കലാണ്. അതിൻ്റെ അകത്ത് ഒരു നല്ലൊരു ടാസ്ക് ആയിരുന്നു ബുദ്ധിപൂർവ്വം കളിച്ചിരുന്നെങ്കിൽ, അതായത് ഇന്നലെ കളിച്ചതുപോലെ കളിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ തലേ ദിവസത്തെ എപ്പിസോഡ് വരെ നല്ലതാക്കുമായിരുന്നു. അന്ന് ആ കത്തിയൊക്കെ വെച്ചാണ് അടിയാകുന്നത്. രണ്ടുപേരുടെ കൈ മുറിഞ്ഞു. ചെറിയ കാര്യമൊന്നുമില്ല, പിടി കൂടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അക്ബർ രണ്ടാമത്തെ ദിവസം, അതായത് ലാസ്റ്റ് എപ്പിസോഡിന് നല്ലപോലെ കളിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നത്തെ എപ്പിസോഡ്, ഈ ടാസ്ക് തുടങ്ങിയ ദിവസത്തെ എപ്പിസോഡ് വെറും മോശം പ്രകടനമായിരുന്നു. അതെല്ലാം ഫിസിക്കലാക്കി മാറ്റാനാണ് അവർ ശ്രമിക്കുന്നത്. എല്ലാവരും, അക്ബർ മാത്രമല്ല എല്ലാവരും. ഇന്നലെ കളിച്ച പോലെ കുറച്ചുകൂടെ ബുദ്ധിപരമായി കളിച്ചിരുന്നുവെങ്കിൽ കോയിനും കിട്ടിയതിന് 100 ഓരോ പവറും കളയാൻ പറ്റിയേനെ. ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങളും, അതായത് 100 സൂപ്പർ പവറും കാര്യങ്ങളും പോകും എന്ന രീതിയിൽ അവർക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് തന്നെയാണ് രണ്ടാമത്തെ ദിവസം കളിച്ചത്. പക്ഷെ അതേ കളി ആദ്യമേ കളിച്ചിരുന്നുവെങ്കിൽ അക്ബറിന് ഉൾപ്പെടെ ആളുകൾക്ക് കോയിനും കിട്ടിയതിന് 100 പവറും കളയാൻ പറ്റിയേനെ. പക്ഷെ അതങ്ങനെ ചിന്തിക്കില്ല, ചുമ്മാ വന്ന് നമ്മൾ അടി ഉണ്ടാക്കുക. ആ ജിഷിനൊക്കെ അടി ഉണ്ടാക്കാൻ വേണ്ടി, അതായത് എന്താ ഓണറിനോട് കൂറ് കാണിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അതിനെ പിന്നെ അങ്ങോട്ട് തർക്കമായി ഇങ്ങോട്ട് തർക്കമായി, നൂറയും അക്ബറും തമ്മിൽ പ്രശ്നമായി, അടിയായി, കൈമുറിഞ്ഞ്, എന്തൊക്കെ ബഹളമാണ് അതിൻ്റെ നടന്നത്. പിന്നെ ലാസ്റ്റ് ഡേയിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നും പറഞ്ഞ് കുറേ പേരെ കയറ്റി വിട്ടു. ശരിക്കും പറഞ്ഞാൽ 100 ചിലപ്പോൾ ആ ടാസ്കിൽ ജയിച്ചത് അവൻ വന്ന്, അതായത് നമ്മുടെ നിവിൻ പിന്നെ അറിയാമല്ലോ, അവിടെ മോഷണത്തിൻ്റെ രാജാവാണ്. പുള്ളിക്കാരൻ വന്നു കുറേ സാധനങ്ങൾ അടിച്ച് മാറ്റി. ശരിക്കും പറഞ്ഞാൽ അതാണ് അവിടെ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് എന്ന് പറയാൻ പറ്റിയത്. വന്നു അടിച്ചു മാറ്റി 100 ഗെയിമിൽ തോറ്റു. അത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഒരു പ്ലാനായിരുന്നു. അത് സംരക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു. അത് നോക്കിയില്ല. ലക്ഷ്മിയാണ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തത്, ഇതെടുക്കൂ അതെടുക്കൂ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അവരുടെ ഗെയിമാണ്, ഓക്കെ, അതൊക്കെ ഫൈൻ. പക്ഷേ നിവിനെ സമ്മതിച്ചു കൊടുത്ത പറ്റും, ആരും കാണാതെ സാധനങ്ങൾ അടിച്ചു മാറ്റി 100 തോറ്റു, 100 പവറും പോയി. അത് വളരെ നല്ല കാര്യമാണ്.
നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത്. അതായത് ഫിസിക്കലല്ല, നല്ലപോലെ ക്രൂക്കഡായിട്ടുള്ള മോഷണം എന്തായിക്കോട്ടെ നൂറയെ തോൽപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ സമ്മതിച്ചു കൊടുക്കണം. അങ്ങനത്തെ ഗെയിംസാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വേണ്ടത്. അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ തന്തയ്ക്ക് വിളി തള്ളയ്ക്ക് വിളി അടി കൂടുന്നു. ആരെ കാണിക്കാനാണ്? ഞാൻ മാസാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ സൂപ്പർ മാസായിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമ്മുടെ കുന്നംകുളം കപ്പൂർ കാണുമ്പോൾ എനിക്ക് പിടിച്ച് ഉരയ്ക്കാൻ തോന്നി. എങ്ങനെയാണെന്തോ ഹൗസിലുള്ളവർ അവനെ ടോളറേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ശരിക്കും അവന് പുറത്തായിരുന്നു ഈ അടി കൊണ്ട് മെഴുകിയാണ്, 100% ഉറപ്പാണ്. അമ്മാതിരി വൃത്തികെട്ട സ്വഭാവമാണ് അതിൻ്റെ അകത്ത് കിടന്ന് കാണിക്കുന്നത്. ഇപ്പം കുറച്ച് മുമ്പ് ഞാൻ കുറച്ച് നേരം ഇന്ന് ലൈവ് കണ്ടേ ഉള്ളൂ. എന്ത് വെറുപ്പിയിലാണ് അതിൻ്റെ അകത്ത്. ഒരു തെറ്റ് ചെയ്താൽ അത് സമ്മതിക്കത്തില്ല. ഒരു കാര്യം വിളിച്ച് 10 പേര് കേട്ടാൽ പോലും ഞാൻ അത് വിളിച്ചില്ല എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പറയും. ഇന്നലെ അനീഷിനെ കണാപ്പാന്ന് എന്തോ വിളിച്ചു, എന്തോ ഒരു വാക്ക് വിളിച്ചു. എന്നിട്ട് കുറേ നേരം ഇങ്ങനെ പറഞ്ഞ് അവസാനം പറഞ്ഞു ഞാൻ അത് വിളിച്ചിട്ടില്ല, എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്, നീയാണ് തുടക്കം ഇട്ടത് എന്ന രീതിയിലാണ് അനീഷിൻ്റെ അടുത്ത് സംസാരിച്ചത്. പക്ഷെ നൂറ അവരുടെ ഗ്യാങ് ഇരുന്നവരും പറഞ്ഞു. പിന്നെ നമ്മൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ, നമ്മളും കേട്ടതാണ്. എന്നിട്ട് അങ്ങ് ന്യായീകരിക്കുകയാണ്, ഞാൻ വിളിച്ചിട്ടില്ല, കള്ളം പറയുന്നു, നീയാണ് തുടങ്ങിയത്, ആരെ കാണിക്കാൻ. എന്നിട്ട് അവിടെ എന്തുവാ അനീഷ് മര്യാദയ്ക്കാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പോയി നിന്റെ പിതാവിനെ സ്മരിക്കടാ, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാനങ്ങനെ വെച്ച് അറിഞ്ഞ് കയറ്റി കൊടുത്തത്. എനിക്കൊന്ന് അനീഷ് അങ്ങനത്തെ ഒരു ഷോ ആയതുകൊണ്ട് മാത്രമായിരിക്കും ആ രീതിയിൽ സംസാരിച്ച് നിന്നത്. വേറെ ആരാണെങ്കിലും പിടിച്ചു വരയ്ക്കും. അങ്ങനെ കണ്ടറിയാം വെറും പാൽ കുപ്പി സാധനമാണ്. അതിൻ്റെ അകത്തായതുകൊണ്ട് അടി കിട്ടാതെ ഇങ്ങനെ പോകുന്നു. നല്ല വെറുപ്പീരായിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ആ കിടന്ന് കാണിക്കുന്ന പെമ്പിളരെ ഇമ്പ്രസ് ചെയ്യാനായിരിക്കും ഭയങ്കര ഷോ ഒക്കെ കാണിക്കുന്നുണ്ട്. ബട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. വിസയിൽ മാത്രമുണ്ട് ആര്യണ്ണൻ സൂപ്പർ. അയ്യോ, അതിൻ്റെ അത് എനിക്കറിയില്ല. പിന്നെ ചപ്പാത്തിയുടെ കാര്യം, ആ കാര്യം, ഈ കാര്യം, എന്നും അടുക്കളയിൽ അടിയണ്ട. പക്ഷെ ഗിസേലിൻ്റെ കാര്യം അത് ബിന്നി അത് എക്സ്പോസ് ചെയ്തു. കാരണം ആര് വന്നാലും ഗിസേലിന് അകത്ത് കയറി അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കണം, അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തിന്നണം. ആ ഒരു കാര്യം എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ആദ്യം ബിന്നിയൊക്കെ പുള്ളിക്കാരുടെ സാരി തൂങ്ങി നടക്കുമായിരുന്നു. പിന്നെ ആയപ്പോൾ ഓക്കെ, ബിന്നിയൊക്കെ കുറച്ച് ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ തുടങ്ങി. മറ്റേ റെന ഫാത്തിമ എങ്ങനെ ആയിരുന്നു അവരുമായിട്ട്, അതായത് ഗിസയിലും ആര്യനൊക്കെ ആയിട്ട്, ഗിസയിൽ ആര്യൻ അക്ബർ അവരൊക്കെ ആയിട്ട്. ഇപ്പോഴോ കുറച്ച് പിന്നെ ലൈവോ ഞാൻ പോസ്റ്റ് ചെയ്ത കണ്ടതാണ്. നൂറ മടിയിൽ കിടക്കുന്നു, നൂറയുടെ തല മസാജ് ചെയ്ത് കൊടുക്കുന്നു, അനുമോളുടെ കൂടെ നടക്കുന്നു. മാറി ചിന്തിച്ചു തുടങ്ങി റെനയൊക്കെ. നല്ല കാര്യം, കാരണം ഒരാളുടെ കുടക്കീഴിൽ ഇങ്ങനെ നിൽക്കാതെ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ ശ്രമിക്കുക. അത് ഞാൻ വീഡിയോ അല്ല, ബിഗ് ബോസ് തുടങ്ങിയ സമയം തൊട്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നതാണ്, ഇൻഡിവിജ്വലായിട്ട് കളിക്കുക. അഖിൽ മാരാർ വന്നപ്പോൾ അതിൻ്റെ അകത്തൊരു കാര്യം പറഞ്ഞു, അതായത് നിങ്ങൾ അടി ഉണ്ടാക്കിക്കോ, അടി ഉണ്ടാക്കണമെന്ന് ഒരു കുഴപ്പമില്ല, പക്ഷേ ആ അടി ഉണ്ടാക്കുന്നത് അവിടെ ആവശ്യമായിട്ടുള്ള സ്ഥലത്തായിരിക്കണം അടി ഉണ്ടാക്കുന്നത്. അത് പ്രേക്ഷകർക്ക് കൂടെ തോന്നണം, അവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യമാണ് എങ്കിൽ പ്രേക്ഷകർ നിങ്ങൾക്ക് വോട്ട് ചെയ്യും. അതൊക്കെ എത്ര പേരുടെ തലയിലോട്ട് കയറിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അടിയാണ്. അഖിൽ മാരാർ പറഞ്ഞത് വളരെ പോയിന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് തോന്നും, അയ്യോ അവിടെ എന്താ ആരും കയറി ഇടപെടാത്ത, അല്ലെങ്കിൽ അവിടെ എന്താ ആരും സംസാരിക്കാത്ത, ന്യായമായിട്ടുള്ള കാര്യത്തിൽ കയറി അടി ഉണ്ടാക്കി. ഇത് വരുന്നതിനും പോണതിനും എല്ലാത്തിനും അടി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിരുന്ന രാവിലെ ആഹാരം കഴിക്കുമ്പോഴാണ് ഇത് ബിഗ് ബോസ് കാണുന്നത്. അപ്പം അമ്മ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നും വന്നിട്ട് ഈ അടി കണ്ടാലേ ഫുഡ് ഇറങ്ങുള്ളതാണ്. അപ്പം ഡെയിലി അമ്മ കേൾക്കുവാണ്, ഡെയിലി ഞാൻ ഇടുമ്പോൾ ഇതിൻ്റെ അകത്ത് അടിയാണ്. അടിയല്ലാതെ വേറൊരു കണ്ടന്റ് അതിൻ്റെ അകത്തില്ല. അത് നല്ല അടിയാണോ? അതൊന്നും അല്ല. ചപ്പാത്തി, അയ്യോ, അനിമളുടെ കരച്ചിലിൻ്റെ കാര്യം അറിയാലോ, ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞതാണ്, ലാലേട്ടൻ വന്ന് ഫയർ ചെയ്തിട്ട് പോലും കരയാത്ത ആ അനുവാണ് ഹൗസ് മേറ്റ്സ് ചപ്പാത്തി കള്ളി, പാവക്കള്ളി എന്നൊക്കെ വിളിക്കുമ്പോൾ ഇരുന്ന് കരയുന്നത്. അത്രയ്ക്ക് ഫേക്കാണ്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ, ലൈറ്റ് ഹാർട്ടഡ് ആയിരിക്കും, പെട്ടെന്ന് ഇമോഷൻ ബേസ്റ്റ് ആവുന്ന ഒരാളായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അല്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ അറിയാം. ലാലേട്ടനെ പോലെ ഒരാൾ, ഒന്നാലോചിച്ചത്, നിങ്ങളുടെ മുമ്പിൽ ലാലേട്ടനെ പോലെ ഒരാൾ വന്ന് ഷൗട്ട് ചെയ്യണം ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച്, ഒന്ന് പതറുമില്ല. ഞാനാണെങ്കിൽ പതറും, എൻ്റെ മുഖം എല്ലാം മാറും. കാരണം അനുമോൾ അന്ന് നിന്ന കാണണം, ഒരു കുലുക്കവും ഇല്ലായിരുന്നു. അങ്ങനെ നിൽക്കാൻ അനുമോൾക്ക് അറിയാം. ആ അനുമോളാണ് ഇന്നലെ അതെന്തോന്നായിരുന്നു, എന്തോ ഒരു ചെറിയ കാര്യത്തിന് പാത്രം കഴുകിയിരുന്ന് കരച്ചിൽ അങ്ങ് കരഞ്ഞ് മെഴുകാണ്. കരച്ചിലല്ലാതെ പുള്ളിക്കാരുടെ കയ്യിലൊരു കണ്ടന്റ് ഇല്ല കൊടുക്കാനായിട്ട്.
ആ വൈൽഡ് കാർഡൊക്കെ വന്നപ്പോൾ ഒന്ന് ഓണായി വന്നതായിരുന്നു, അതുപോലെ അണഞ്ഞിട്ടുണ്ട്. ജിഷിൻ്റെ വാലും തൂങ്ങി നടന്നതാണ് കുറേ നാൾ. ജിഷിൻ്റെ കാര്യം മനസ്സിലായി, ജിഷിനെ തൂങ്ങിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ജിഷിൻ ഈ കാണിച്ചു വിട്ടുന്ന ബഹളം മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. ആരോ അന്ന് നോമിനേറ്റ് ചെയ്യാൻ എന്തോ അനീഷാണെന്ന് തോന്നുന്നു, എന്തോ എണീറ്റ് ഇന്നിങ്ങനെ പറയുന്ന കേട്ടു. എന്താ ഈ കാണിക്കുന്ന ഇതൊക്കെ ഉള്ളൂ, പുള്ളിക്കാരൻ മണ്ടനാണെന്നോ അങ്ങനെ എന്തോ. അത് ശരിയാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരാളാണ് ജിഷിൻ. ഈ അനീഷിനെ ശരിക്കും പറഞ്ഞാൽ സമ്മതിച്ചേ പറ്റൂ. കോമണറായിട്ട് ഇത്രയും ദിവസം അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്, ഇനിയും മുന്നോട്ട് പോകും, ഒരു ഡൗട്ടും ഇല്ല. കാരണം നല്ലപോലെ കളിക്കുന്നുണ്ട്. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ആരുടെയും സപ്പോർട്ടും ഇല്ലാതെയാണ് അതിൻ്റെ അകത്ത് വന്നത്. സമ്മതിച്ചു കൊടുത്തേ പറ്റും. കോമണറായിട്ട് ഇത്രയും ദിവസം നിൽക്കണമെങ്കിൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. അതും ആലോചിച്ച് നോക്കുക, അതിനകത്ത് നിൽക്കുന്ന ഫേസ് ഫെമിലിയർ ആയിട്ടുള്ള കുറേ പേരുണ്ട്, അവരുടെ കൂടെയാണ് ഈ നമ്മുടെ അനീഷ് പിടിച്ച് നിൽക്കുന്നത്. പിന്നെ സാബുമാൻ, പുള്ളിക്കാരൻ അവിടെ വന്നത് എന്തിനാണെന്ന് ബിഗ് ബോസിന് പോലും മനസ്സിലായിട്ടില്ല. പുള്ളിക്കാരൻ ഇപ്പോഴും എല്ലാവരെയും പഠിക്കുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച പഠിച്ച് വീട്ടിൽ പോയിരുന്ന് പഠിക്കേണ്ട അവസ്ഥയാവും. അങ്ങനെയാണ് കളിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഈ സാബുമാൻ എന്ന് പറയുന്ന ആളെ. ഫുഡ് ബ്ലോഗറോ എന്തോ ആണ്. ഞാൻ ഈ ബിഗ് ബോസിൽ വന്ന ശേഷം, പലരും അങ്ങനെ ആയിരിക്കും, ബിഗ് ബോസിൽ വന്ന ശേഷമായിരിക്കും പുള്ളിക്കാരനെ കാണുന്നത് തന്നെ. ഞാൻ ഇങ്ങനെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത് പുള്ളി ഒരു ഫുഡ് ബ്ലോഗർ എന്തോ ആണ്. ഒരു മെയിനായിട്ടുള്ള ഒരു ചാനൽ റൺ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഹോസ്റ്റ് എന്തോ അങ്ങനെ എന്തോ ആണ്. അതെന്തോ ആയിക്കോട്ടെ. എന്തായാലും ബിഗ് ബോസിൻ്റെ അകത്ത് വന്നിട്ട് ഇയാളെ എന്തിന് കയറ്റി വിട്ടതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഒരു കണ്ടന്റ് പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്നില്ല, പുള്ളിക്കാരൻ ഒരു അഭിപ്രായം പറയുന്നില്ല, ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല, ഗെയിം നല്ലപോലെ കളിക്കുന്നില്ല. എന്തിനോ വേണ്ടി വന്നു എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ഈ പോക്കാണെങ്കിൽ അടുത്ത ആഴ്ച വീട്ടിൽ പോകാൻ ചാൻസ് ഉണ്ട്. വൈൽഡ് കാർഡ് ആയതുകൊണ്ട് അടുത്ത ഒരു ആഴ്ച തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോയി. വേറെ എന്ത് പറയാനാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിലെ മെയിൻ കണ്ടന്റ് ഞാൻ ആദ്യമേ പറഞ്ഞു, ആ ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻ ചെറ്റ തരമെന്ന് തന്നെ പറയാം. അത് ചോദ്യം ചെയ്യുക തന്നെ വേണം, അത് ലാലേട്ടൻ എടുത്ത് ചോദിക്കുക വേണം, ആ വീഡിയോ അവിടെ പ്ലേ ചെയ്യുകയും വേണം. ഈ ഭയങ്കര ബോസ് എന്നാണ് വിചാരം, ആ ലേഡിയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുക തന്നെ വേണം. അവൾക്ക് മാപ്പ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ലക്ഷ്മിക്ക്, അപ്പോൾ ലക്ഷ്മിയെ കൊണ്ട് മാപ്പ് പറയണം. അല്ലാതെ ഇതെന്തോന്ന് ചുമ്മാ വന്ന് ആരുടെയെങ്കിലും മെക്കിട്ട് കയറിയിട്ട് അവളെ കയറി പിടിച്ചു ഇവളെ കയറി പിടിച്ചു അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ബാക്കിയുള്ളവരുടെ ജീവിതമല്ലേ പോകുന്നത്. അതുകൊണ്ട് ഇതെന്തായാലും ചോദിക്കണം. കാരണം ആ വീഡിയോയിൽ വ്യക്തമാണ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കും, ആ എപ്പിസോഡിലുണ്ട് തട്ടി വീഴാൻ പോകുന്നത്, ഇങ്ങനെ പിടിച്ചിട്ട് വന്നിട്ട് സോറി എന്ന് പറയുന്നത് മാറുന്നത്. അത് സ്ലോ മോഷനിലായിട്ടും പലരും സൂം ചെയ്തും പല ഇൻസ്റ്റ പേജിലും നമ്മുടെ ഈ ബിഗ് ബോസിൻ്റെ പേജിലും പല പേജസിലും വന്നതാണ്. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇൻറ്റൻഷനോട് കൂടി അല്ല. ഇൻറ്റൻഷനോട് കൂടി ഒന്ന് ചിന്തിച്ചാൽ പോരെ. പൊട്ടയാണോ ഈ ലക്ഷ്മി എന്ന് പറയുന്നത്? ഇത്രയും ക്യാമറ ഇരിക്കുന്നു, എവിടെ തിരിഞ്ഞാലും ക്യാമറയാണ്, മൈക്കുണ്ട്, ഈവൻ മൈക്കില്ലാതെ സംസാരിച്ചാൽ പോലും അവിടെ ഉള്ളവർക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വന്ന് ഒരാൾ ബാക്ക് ടച്ച് ചെയ്യുമെന്ന് ലക്ഷ്മിക്കൊന്ന് ചിന്തിച്ചാൽ പോരെ. ഇതാണ് പറയുന്നത്, വിദ്യാഭ്യാസം അല്ല, വിവരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഫേക്കായിട്ടുള്ളൊരു ഫെമിനിസ്റ്റാണ്, ഫേക്ക് ഫെമിനിസ്റ്റ്. ചുമ്മാ പുരോഗമനം ഉണ്ടാക്കി ഇങ്ങനെ നടപ്പുണ്ട്, ഒരു കാര്യമില്ല. ഞാൻ പറയാനില്ല കൂടുതലൊന്നും, ആ ഒരു ദേഷ്യം ഇങ്ങനെ കിടപ്പുണ്ട്. സോ അപ്പം പിന്നെ വിഷയത്തിൽ നിന്ന് തെങ്ങി മാറി. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പം എല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.